കട്ടിപ്പി വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ 30 ദിവസത്തെ പരോളിൽ സുനി പുറത്തിറങ്ങി. കൊടിസുനിയുടെ അമ്മ നൽകിയ അപേക്ഷയിലാണ് പരോൾ അനുവദിച്ചത്. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഡാൻ, ഈ പ്രൊബേഷൻ റിപ്പോർട്ടും പോലീസിന്റെ റിപ്പോർട്ടും ഒക്കെയും എതിരായിരുന്നിട്ടും കൊടിസുനിക്ക് ഏത് സാഹചര്യത്തിലാണ് പരോൾ ലഭിച്ചത്? ആര്യ, നേരത്തെ തന്നെ കൊടിസുനിക്ക് ജയിലിൽ മറ്റു തരത്തിൽ വലിയ പരിഗണനകൾ ലഭിക്കുന്നുവെന്ന തരത്തിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായതാണ്. അതിന് പിന്നാലെയാണ് കൊടിസുനിയുടെ അമ്മ തന്നെ മനുഷ്യാവകാശ കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട് പരോൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷ സമർപ്പിക്കുന്നത്. ഈ കത്ത് മനുഷ്യാവകാശ കമ്മീഷൻ സർക്കാരിന് കൈമാറുകയായിരുന്നു. തുടർന്നാണ് ജയിൽ DGPക്ക് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാം, ജയിലിലെ അന്തേവാസികൾക്ക് പരോൾ അനുവദിക്കുന്ന കാര്യത്തിൽ സർക്കാരിന്റെ വിവേചനാധികാരമാണ് പ്രധാനമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ കത്ത് മനുഷ്യാവകാശ കമ്മീഷൻ ലഭിച്ച ഈ കത്ത് സർക്കാരിന് കൈമാറുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് സ്വാഭാവികമായി ഇത്തരം പരോൾ അനുവദിക്കുന്ന നടപടികളിലേക്ക് വരുമ്പോൾ പോലീസ് അതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കുന്ന റിപ്പോർട്ടാണ് പ്രധാനമായി വരിക. അങ്ങനെ കൊടിസുനിയുമായി ബന്ധപ്പെട്ട് സുനിയുടെ നടപടികൾക്കെതിരായ പ്രൊബേഷൻ റിപ്പോർട്ടാണ് പോലീസ് സമർപ്പിച്ചിരുന്നത്. പക്ഷേ അതൊന്നും പരിഗണിക്കാതെയാണ് ജയിൽ മേധാവി കൊടിസുനിക്ക് 30 ദിവസത്തെ പരോൾ അനുവദിക്കുന്ന വിചിത്രമായൊരു നടപടി എടുത്തിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. KK രമ ഉൾപ്പെടെയുള്ളവർ ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ജയിൽ മേധാവിയുടെ ഈ റിപ്പോർട്ട് പുറത്ത് വന്നതിന് പിന്നാലെ, ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ തവനൂർ ജയിലിൽ നിന്ന് 30 ദിവസത്തെ പരോളിൽ കൊടിസുനി ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഡാൻ, നമുക്കറിയാം ഈ TP കേസ് പ്രതികൾക്ക് പലതരത്തിൽ ഇളവുകൾ നൽകാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള തരത്തിൽ പല വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ പല ഘട്ടത്തിലും ഉയർന്നു വന്നിട്ടുള്ളതാണ്. അതിനിടയിൽ ഇപ്പോൾ ഈ റിപ്പോർട്ടുകളെതിരായിട്ടും കൊടിസുനിക്ക് പരോൾ ലഭിക്കുമ്പോൾ സ്വാഭാവികമായും വലിയ പ്രതിഷേധം എതിർചേരികളിൽ നിന്ന് ഉയർന്നു വരും, അല്ലേ? രാഷ്ട്രീയമായ സ്വാധീനം കൊടിസുനിക്ക് ജയിലിനുള്ളിലും ലഭിക്കുന്നുവെന്ന വിമർശനമാണ് പ്രതിപക്ഷം നേരത്തെ മുതൽ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ജയിലിനുള്ളിൽ ഫോൺ വിളിക്കാനും മറ്റ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനും ഒക്കെയുള്ള അവസരം കൊടിസുനിക്കും കൂട്ടുപ്രതികൾക്കും ലഭിക്കുന്നുവെന്ന വിമർശനം നേരത്തെ തന്നെ KK രമ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചുകൊണ്ടിരുന്നതാണ്. അതിനിടയിലാണ് ജയിൽ മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ജയിലിനുള്ളിൽ മറ്റ് അന്തേവാസികളുമായി ഉണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊടിസുനിയെ ജയിൽ മാറ്റുന്നതടക്കമുള്ള നടപടികളൊക്കെ ആഭ്യന്തര വകുപ്പിന്റെ തന്നെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായത്. അതിന് പിന്നാലെയാണ് പരോളിന് അപേക്ഷ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അവിടെ പ്രൊബേഷൻ റിപ്പോർട്ട് എതിരായിട്ടും എന്തുകൊണ്ട് 30 ദിവസത്തെ പരോൾ അനുവദിക്കാൻ ജയിൽ DGP നിർബന്ധിതനായി എന്നൊരു ചോദ്യമുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സ്വാധീനത്തിന് സംസ്ഥാന ജയിൽ മേധാവിക്ക് വഴങ്ങേണ്ടി വന്നതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സംശയങ്ങൾ നിലനിൽക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് പോലീസിന്റെ ഈ റിപ്പോർട്ട് കാര്യമായി പരിഗണിക്കാതെ ഇത്രയധികം ദിവസം പരോൾ അനുവദിക്കാൻ ജയിൽ മേധാവി തയ്യാറായി എന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം കൂടി ഇവിടെ ഇപ്പോൾ ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും വലിയ തരത്തിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന ഒരു നടപടിയാണ് ജയിൽ മേധാവിയുടെ ഭാഗത്ത് നിന്ന് ഈ പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നതെന്ന് വേണം പറയാൻ. ഡാൻ, അതാണ് ഇപ്പൊ ഡാൻ തന്നെ സൂചിപ്പിച്ചു, ഈ ജയിലിൽ കിടക്കുന്ന സമയത്തും അവിടെ അതിനുള്ളിൽ കൊടിസുനിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാണ് വീണ്ടും DGP ഈ പരോൾ അനുവദിക്കുന്നത് എന്നുള്ള സാഹചര്യമാണ്. അവിടെ സാങ്കേതികത്വം തന്നെയാണ് പ്രധാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. മനുഷ്യാവകാശ കമ്മീഷന് ലഭിച്ച കത്ത് തിരികെ സർക്കാരിന് കൈമാറുമ്പോൾ അവിടെ കൃത്യമായി പരാമർശിച്ചിരിക്കുന്നത് ജയിലിലെ അന്തേവാസികൾക്ക് പരോൾ അനുവദിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട്. അതിന്റെ വിവേചനാധികാരം ജയിൽ അധികൃതർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന കൃത്യമായ പരാമർശമുണ്ട്. ഇങ്ങനെയൊരു അപേക്ഷ മനുഷ്യാവകാശ കമ്മീഷൻ ലഭിക്കുകയും മനുഷ്യാവകാശ കമ്മീഷൻ അത് സർക്കാരിന് കൈമാറുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രഭാതമായ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവ് ശിക്ഷ അനുഭവിക്കുന്ന കൊടിസുനി ഉൾപ്പെടെയുള്ള പ്രതികളുടെ കാര്യത്തിൽ നേരത്തെയും എടുത്ത തീരുമാനങ്ങൾ വിവാദങ്ങളിലേക്ക് വഴിമാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ പോലീസിന്റെ പ്രൊബേഷൻ റിപ്പോർട്ട് കൃത്യമായി പരിഗണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണമായിരുന്നു ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന ജയിൽ മേധാവി കടക്കേണ്ടിയിരുന്നത്. പക്ഷേ ജയിൽ മേധാവി ആ റിപ്പോർട്ട് കാര്യമായി പരിഗണിക്കാതെ മറിച്ചൊരു തീരുമാനമെടുത്തത് എന്തുകൊണ്ടാണ് എന്നതാണ് ചോദ്യം. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനത്തിന് വഴങ്ങിയാണോ, സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ജയിൽ മേധാവി എത്തിയത് എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്.
ഡാൻ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഘട്ടത്തിലും ഇത്തരത്തിൽ TP കേസ് പ്രതികൾക്ക് പലതരത്തിലുള്ള ഇളവുകൾ നൽകുന്നതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, വിവാദം ഉണ്ടായിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ആകാം ഒരുപക്ഷെ ഈ ഒരു പരോൾ വാർത്ത അറിഞ്ഞതിനു ശേഷം KK രമ പ്രതികരിച്ചതും അത്തരത്തിൽ തന്നെ. ആശ്ചര്യമൊന്നും ഇല്ല ഈ കാര്യത്തിൽ എന്ന തരത്തിൽ അല്ലേ? നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജയിലിനുള്ളിൽ അവർക്ക് മറ്റ് തടവുകാർക്കൊന്നും ലഭിക്കാത്ത പരിഗണന ലഭിക്കുന്നു. ജയിലിലുള്ള മറ്റ് തടവുകാരെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. ജയിലിനുള്ളിൽ നിന്ന് ഫോണിൽ വിളിക്കുന്ന സാഹചര്യം, മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള അവസരം ലഭിക്കുന്നു തുടങ്ങിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് നേരത്തെ കൊടിസുനി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർന്നത്. ഉദ്യോഗസ്ഥർക്ക് പോലും അവരെ ഭയമാണ് എന്ന തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് KK രമയും അവരെ അനുകൂലിക്കുന്നവരും നേരത്തെ രംഗത്തെത്തുന്ന സാഹചര്യം, പ്രതിപക്ഷം തന്നെ അത് നിയമസഭയിൽ ഉന്നയിക്കുന്ന പശ്ചാത്തലം ഇതൊക്കെ നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ കൊടിസുനിയുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത തീരുമാനങ്ങളൊക്കെ വലിയ തരത്തിൽ വിവാദങ്ങളിലേക്ക്, വിമർശനങ്ങളിലേക്ക് വഴിവെക്കുന്ന പശ്ചാത്തലം നേരത്തെ നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിന് പിന്നാലെയാണ് ഒരു മാസം പരോൾ ലഭിക്കുന്ന ഒരു സാഹചര്യം കൊടിസുനിക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ജയിൽ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു തീരുമാനത്തിലേക്ക് ജയിൽ മേധാവി കടക്കാനിടയായ സാഹചര്യം തന്നെ വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇത്തരം പ്രമാദമായ കേസുകളിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് പരോൾ അനുവദിക്കുന്നതിന് മുന്നോടിയായി ജയിൽ വകുപ്പ് തന്നെ പോലീസിന്റെ റിപ്പോർട്ട് പരിഗണിക്കാറുണ്ട്. അങ്ങനെ പ്രൊബേഷൻ റിപ്പോർട്ടിൽ എതിരായി കാര്യങ്ങൾ പരാമർശിച്ചിട്ടും സംസ്ഥാന ജയിൽ മേധാവി തന്നെ ഇങ്ങനെയൊരു തീരുമാനമെടുത്തതിന് പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ടോ, സ്വാധീനങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി പുറത്തു വരാനുള്ളത്. തീർച്ചയായും ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് TP വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ നൽകിയിരിക്കുകയാണ്. 30 ദിവസത്തെ പരോളാണ് നൽകിയിരിക്കുന്നത്.